welcome back to another vlog. അപ്പോൾ ഗൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈൽ ആലു മസാലയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ചട്ടി വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ജീരകം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ഷാലോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലിട്ട് വൈറ്റ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വൈറ്റ് ഓണിയനൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 50% മാത്രം ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത തക്കാളി പിന്നെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ക്യാപ്സിക്കം ഇടുന്നവർക്ക് ക്യാപ്സിക്കം ഇടാം. അപ്പോൾ അതേ ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചു. ഇനി ഇതിലോട്ട് സോൾട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സോൾട്ട് ഫോർ ടേസ്റ്റ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. ധാബ സ്റ്റൈലിലൊക്കെ ക്യാപ്സിക്കം മസ്റ്റാണ്, അവർ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല വീട്ടിലായതുകൊണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടും ഇനി നമുക്കിതിലോട്ട് നേരത്തെ പൊടിയായി കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ചപ്പാത്തിക്ക് തൊട്ട് കഴിക്കുമ്പോൾ ഈ ഓണിയൻ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തരും. അപ്പോൾ ഇതിലേക്ക് പിഞ്ച് ഓഫ് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി ഇത് ലോ ഫ്ലെയിമിൽ കുക്കാവേണ്ടതുണ്ട്. അപ്പോൾ അത് കുക്കായി കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഒതൻറ്റിക് ധാബ സ്റ്റൈൽ ആലു മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് മല്ലിയില നമ്മൾ കുനുകുനായി നുറുക്കിയത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന. Hope you guys are enjoyed today's vlog and see you on next vlog. Till then, bye bye.